പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. 200ാം എപ്പിസോഡിന്റെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. രാഗതാളങ്ങൾ അലയടിക്കുന്ന ഈ വേദിയിൽ ഇനി പാട്ടുകാരുടെ പുതിയ കാൽവയ്പ്. നിലയ്ക്കാത്ത താളമേള രാഗപ്രവാഹം വരും ദിവസങ്ങളിലും പ്രേക്ഷക സ്വീകരണം. കൊമ്പന്മാരുടെ താരപ്രഭ ചൊരിഞ്ഞ മഹാരാവിൽ ആസ്വാദകർക്ക് കുട്ടി ഗായകരുടെ ഗാനമേള. എക്സ്ട്രീംലി ഗുഡ്. സ്നേഹസംഗീത വിരുന്നിനെ നിറഞ്ഞ മനസ്സോടെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ടോപ്പ് സിംഗറിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പാട്ടിന്റെ വർണ്ണോത്സവ വിരുന്നിലേക്ക് 200ാമത്തെ എപ്പിസോഡിലേക്ക് പ്രൗഢ വിരുന്നിലേക്ക് സ്നേഹസ്വാഗതം. പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ.
കാട്ടുപൂക്കൾ കൊലുകൊലുങ്ങനെ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ മാല കോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു മാല കോർത്തു ഞാൻ നിനക്കൊരു മന്ത്രകോടി വാങ്ങി വെച്ചു പന്തലിട്ടു കാത്തിരുന്നു ചന്ദനക്കുറി പൂശി പന്തലിട്ടു കാത്തിരുന്നു ചന്ദനക്കുറി പൂശി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാരെത്തുന്നു. വെൽക്കം.
അസാധ്യമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഒന്നും പറയാനില്ല. ഇതുപോലെ പാടിയാൽ മതി. രണ്ടുപേരും തോപ്പം പാടിയത്. എനിക്ക് നിങ്ങൾ പാടുമ്പം എപ്പോഴും ഒരു സന്തോഷം, ഒരു പ്രൗഡ് മൂമെന്റ് ഒക്കെയാണ്. നന്നായിട്ട് പാടണേ എന്നൊരു പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ വന്ന് നിന്ന് പാടും പോലെ തന്നെയാണ് നിങ്ങൾ പാടുന്നത്. ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ശ്രീകുട്ടനോട് ചോദിക്കുന്നത്, അവരോടും കൂടി പാട്ട് പാടുമ്പോൾ അതിങ്ങനെ മനസ്സിൽ എന്താ പറയാ, അതിന് അർത്ഥം ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അങ്ങനെ പാടുമ്പോഴാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കുട്ടികളെക്കാളും ചെറിയ കുട്ടികൾ നന്നായിട്ട് പാടുകയാണ്. അവര് വല്ല അർത്ഥം വല്ലതും ഉൾക്കൊണ്ടു എഴുതാൻ അറിഞ്ഞോണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിൽ എന്താ ഒരു ശരി, എന്താ ഒരു അർത്ഥം? അതാണ് നമ്മൾ ചോദിക്കുന്ന കാര്യം. ഉഗ്രനായിരുന്നു മോനെ താങ്ക് യു സർ. രണ്ടുപേരും. ഒന്ന് കട്ടക്കായിരുന്നു. ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മഴയാണ്. അപ്പം നമുക്ക് ആ സംഗീതത്തിന്റെ ഒരു കുളിർമ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും നല്ല എക്സ്പ്രഷനോടുകൂടി ശബ്ദത്തിൽ, ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞ ആ കാര്യം അതാണ്, ഈ ആത്മാവിൽ ടച്ച് ചെയ്ത് ഭാവത്തോടെ പാടുക എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് അത് ആ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് അതേപടി ഫോളോ ചെയ്തിട്ട് ഒരുപക്ഷെ ചില സാധനങ്ങളൊക്കെ ഇവരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ചില സംഗതികളൊക്കെ ഇടുന്നത്. താങ്ക് യു സർ. താങ്ക് യു.
നന്നായിട്ട് നിങ്ങളൊക്കെ പാടുന്നുണ്ട്. ഇങ്ങനൊരു വേദി ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന് പാടാൻ സാധിച്ചത്. പണ്ടും ഒരുപാട് പേര് പാട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആരും കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല. അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലുമൊക്കെ പാട്ടുകാരായിട്ട് വന്നിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ അവരുടെ സ്കൂളിലും ക്ലാസ്സിലും വീട്ടിലും ആ പാട്ടോടു കൂടി തന്നെ അവസാനിച്ചു പോയി. ഇന്നങ്ങനെയല്ല, ഒരുപാട് വേദികളുള്ള കാരണം കൊണ്ട് നമുക്ക് നല്ല നല്ല മുത്തുകൾ ഇവിടെ നിന്നും ഉദയം ചെയ്യും എന്നുള്ളതാണ്. അതിൽപ്പെട്ട മുത്തുകളാണ് നിങ്ങളൊക്കെ. ഇങ്ങനെ തന്നെ അങ്ങനെ ഉയർന്ന് പറക്കട്ടെ. രണ്ടുപേരും അസാധ്യമായിട്ട് അസലായിട്ട് പാടി. ഞങ്ങൾ കോട്ടയം ഭാഷയിലൊരു ഇതുണ്ട്, രണ്ടുപേര് നിന്ന് നല്ല പാട്ട് പാടുവാണെങ്കിൽ ഒരു വാക്ക് പറയും, എടാ അവരെന്നാ കൊളുത്താടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കൊളുത്തുമായിരുന്നു. കാരണം ഇത് എന്താ പറയുന്നത്, ഞങ്ങളങ്ങ് ലയിച്ച് ഇരുന്ന് പോയി എന്ന് പറയില്ലേ, ആ പാട്ടിനെ അതിൻ്റെ ആ ഒറിജിനലിൽ നിന്ന് രണ്ട് കുട്ടികൾ പാടുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം നമ്മൾ കേൾക്കുമ്പോൾ. പക്ഷെ ഇതല്ല, ഇത് ഒറിജിനലിനെ ഒപ്പം തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇവിടെ വീണിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങര കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മറുകൊള്ള മിടുക്കി പെണ്ണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി.
കേട്ടാലും മതി വരാത്ത കുറേ പാട്ടുകളിൽ പെട്ടൊരു പാട്ടാണ്. ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഓരോ നിമിഷവും ഓരോ കാലഘട്ടങ്ങളാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഓരോ പാട്ടുകളിൽ അങ്ങനെ തോന്നാറില്ലേ? ഓരോ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പല പല സിറ്റുവേഷൻസ് നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ വളരെ സ്വീറ്റ് മെമ്മറീസിലാണ് നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയത്. का रास्ता तुम्हें नाग है क्या, तुम्हारे भी दिलों में लगी आग है क्या, लगी आग है क्या। उसी दीवानी की बनूंगी मैं लैला, उसे प्यार दूंगी मैं पहला पहला। लैला
മക്കളെ, നിങ്ങളുടെ രണ്ടുപേരുടെയും വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പ്രൊഫഷണൽ വോയിസ് ആണ് രണ്ടുപേരുടെയും. ഭയങ്കര രസമുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും പാടിയത്. നിങ്ങള് പൊരിച്ചടിക്കുകയാണ്. അസലായിരുന്നു അല്ലേ? എന്താ പറയുന്നത്? അസലെന്നല്ല, അതുക്ക് മേലെ. അസൽ. എന്റെ പൊന്നോ, സൂപ്പർ ആയിരുന്നു. അത് അത്ര കൂളായിട്ടാ പാടുന്നത്. ബെസ്റ്റ്. രണ്ടാളും കലക്കി അല്ലേ? രണ്ടാളും കലക്കി. ഇനി ഞാൻ മിണ്ടില്ല. നന്നായിരിക്കണം. ഓക്കെ. ഒരു മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാരെത്തുന്നു. വെൽക്കം. Mombasa, ping pong. Oh yeah 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 yeah. Chicka laka chicka chicka laka chum, chicka laka chicka chicka laka chicka chum, chicka laka chicka chicka laka chum, chicka laka chicka chicka laka chicka chum. मैं ख्वाबों की शहज़ादी, मैं हूँ है दिल पे छाई. मैं ख्वाबों की शहज़ादी, मैं हूँ है दिल पे छाई. बादल है मेरी जुल्फी, बिजली मेरी अंगड़ाई. बिजली की रानी मैं हूँ आई. बिजली की रानी मैं हूँ आई. कहती है मुझको हवा हवाई, हवा हवाई, हवा हवाई, हवा हवाई. बिजली की रानी मैं हूँ आई. ओ बिजली की रानी मैं हूँ आई. कहते हैं मुझको हवा हवाई, हवा हवाई, हवा हवाई, हवा हवाई. समझे क्या नादाना, मुझको बोले नादाना. मैं हूँ सपनों की रानी, काटा मंगी न पानी. सागर से मोती छीनूं, दीपक से ज्योति छीनूं, पत्थर से आग लगा लूं, सीने से रात चुरा लो. हाँ चुरा लो, चुरा लो, हाँ हाँ चुरा लो. जीरा जो तुमने बच पाई, हाँ जीरा जो तुमने बच पाई. कहती है मुझको हवा हवाई, हवा हवाई, हवा हवाई, हवा हवाई. बिजली की रानी मैं हूँ आई. कहते हैं मुझको हवा हवाई. चिकलक चिक चिकलक चुम, चिकलक चिक चिकलक चिक चुम, चिकलक चिक चिकलक चुम, चिकलक चिक चिकलक चिक चुम.
നന്നായിട്ടുണ്ട്. ദേ ഈ അങ്കിളും കൂടി എന്നോട് പറഞ്ഞു വളരെ രസമായിട്ട് നിങ്ങൾ പാടി കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള കളിക്കാരും നിങ്ങളും എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഇവിടെ ഒരു ഉത്സവം നടക്കണ പോലെയാണ് തോന്നിയത്. തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, 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 തന്നനാമേളം ആ മച്ചാനക്കൊരു താളം. പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു. തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം. കടല നല്ല കടല അത് 1.5 കാസിന്റെ കടല, കടല നല്ല കടല അത് 1.5 കാസിന്റെ കടല, കടല നല്ല കടല അത് 1.5 കാസിന്റെ കടല, കടല നല്ല കടല അത് 1.5 കാസിന്റെ കടല. അമ്മ മക വെടല അവൻ എന്നാ വന്ന് തൊടല, അമ്മ മക വിടല അവൻ എന്നാ വന്ന് തൊടല, അമ്മ മക വെടല അവൻ എന്നാ വന്ന് തൊടല. അമ്മ മക വിടല അവൻ എന്നാ വന്ന് തൊടല. പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു. തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം. ഉള്ളി നല്ല ഉള്ളി അത് 1.5 കാസിന്റെ ഉള്ളി, ഉള്ളി നല്ല ഉള്ളി അത് 1.5 കാസിന്റെ ഉള്ളി, ഉള്ളി നല്ല ഉള്ളി അത് 1.5 കാസിന്റെ ഉള്ളി, ഉള്ളി നല്ല ഉള്ളി അത് 1.5 കാസിന്റെ ഉള്ളി. അമ്മ മക വള്ളി അവൾ എന്നെ വന്നു നുള്ളി, അമ്മ മക വള്ളി അവൾ എന്നെ വന്ന് നുള്ളി, അമ്മ മക വള്ളി അവൾ എന്നെ വന്നു നുള്ളി. അമ്മ മക വള്ളി അവൾ എന്നെ വന്ന് നുള്ളി. പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാരെ സന്തയിലേ നീ കൂടെ പോരുന്നു. തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, തന്നനാമേളം ആ മച്ചാനക്കൊരു താളം. ഏണി നല്ല ഏണി അത് കമ്പ് വിളപ്പിച്ച ഏണി, അത് കണ്ടു കുളിപ്പിച്ച ഏണി, ഏണി നല്ല ഏണി അത് കമ്പ് വിളപ്പിച്ച ഏണി, ഏണി നല്ല ഏണി അത് കമ്പു കുളിപ്പിച്ച ഏണി, അത്തിലിട്ട തോണി അത് അങ്ങേ വീട്ടിലേതാണേ, ആറ്റിലിട്ട തോണി അത് അങ്ങേ വീട്ടിലതാണേ, അത്തിലിട്ട തോണി അത് അങ്ങേ വീട്ടിലേതാണേ. ആറ്റിലിട്ട തോണി അത് അങ്ങേ വീട്ടിലതാണേ. പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു, പമ്പനാറ് സന്തയിലേ നീ കൂടെ പോരുന്നു. തന്നനാമേളം ആ മച്ചാനക്കൊരു താളം, 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 തന്നനാമേളം ആ മച്ചാനക്കൊരു താളം. ഗ്രേറ്റ് പെർഫോമൻസ്. സൂപ്പർ സൂപ്പർ ഉഗ്രായത് കേട്ടോ. അത്ര കൂളായിട്ടാ പാടിയത്. താങ്ക് യു കേട്ടോ പാടിയല്ലേ. സാമ്യമകന്നൂരുദ്യാനമേ കൈപ്പഗോദ്യാനമേ
മോനെ റിച്ചു, ഓ കണ്ണ് നിറഞ്ഞുണ്ടോ? നീയാണോ പാടുന്നത്? പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ. അല്ല റിച്ചു അല്ല, എന്തോ ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും സംഗതി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്നല്ല, അൺഇമാജിനേറ്ററി ആണ്. എന്തായാലും എനിക്ക് വാക്കുകളില്ല പറയാൻ കേട്ടോ മോനെ. താങ്ക് യു. ആ മേളിലൊക്കെയുള്ള സംഗതി പ്രൊഫഷണൽസ് പോലും പാടത്തില്ല ഇത്രയും ഭംഗിയായിട്ട്. ചക്കരെ, ഓ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞൊരവസ്ഥയിലാണ്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ആ ഞാൻ അങ്ങോട്ട് വരാം. കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? റിച്ചുക്കുട്ടൻ അറിയില്ല റിച്ചുക്കുട്ടൻ എങ്ങനെയാ പാടുന്നതെന്നും എങ്ങനെയാ സംഗതി വരുന്നതെന്നും ഒന്നൊക്കെ അല്ലേ? ഒന്നും ചക്രയ്ക്ക് മനസ്സിലാവണില്ല. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് ചക്രയിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഗംഭീരായിട്ട് പാടട്ടെ. ഇതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ പാടാൻ വാവയ്ക്കും. അതിങ്ങനെ കേൾക്കാൻ മലയാളക്കരയാകെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റിച്ചുക്കുട്ടൻ വലുതാവുന്നതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ എവിടെ റിച്ചുക്കുട്ടൻ ഇങ്ങനെ കാത്തിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓടിക്കും. അങ്കിളിനൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എല്ലാവരും നിന്നെപ്പറ്റി തന്നെ പറയണേ. നീ വലുതാവുമ്പോൾ ഇനി എന്തൊക്കെയോ ആയി തീരുക എന്നൊക്കെ പറയുന്ന അവരൊക്കെ അത് പറയുമ്പോൾ മനസ്സിൽ തട്ടിയിട്ട് പറയുന്നതാണ്. നീ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതെ ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊന്നും ശ്രദ്ധിക്കണില്ല. നീ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്രേ വേണ്ടൂ കേട്ടാ. താങ്ക് യു. ആ ഓക്കെ. നമ്മുടെ 200ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ ഇവിടെ തീരുന്നില്ല. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ സെലിബ്രേഷനിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പങ്കുചേരാം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനു ടി.